നമസ്കാരം. ഞാൻ രവീന്ദ്രനാശാൻ. വടക്കൻ ശൈലിയിലെയും തുളുനാടൻ ശൈലിയിലെയും പൂത്തറ സങ്കല്പത്തെക്കുറിച്ച് ലഘുവായ വീഡിയോ ഞാൻ നൽകിയിരുന്നു. ഇനി തെക്കൻ സമ്പ്രദായത്തെക്കുറിച്ചാണ് പറയുവാനുള്ളത്. തെക്കൻ സമ്പ്രദായത്തിൽ പൂത്തറ എന്ന വാക്കില്ല. തൊഴുതെടുക്കുന്ന സ്ഥലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കേൾക്കുമ്പോൾ വളരെ സരളം ആയി തോന്നും, എന്നാൽ അതിസങ്കീർണമാണ് തെക്കൻ സമ്പ്രദായത്തിലെ പൂത്തറ രീതി. ഭീമൻ വഴി, ബാലി വഴി എന്നീ രണ്ട് പ്രധാന ശൈലികളിൽ നിന്നും 64 തരം ശൈലി ഉണ്ടായി. ഈ 64 ശൈലി 64 ചുവട് ഉൾപ്പെടെ 64 ശൈലിയാണ് ഉണ്ടായത്. തെക്കൻ സമ്പ്രദായത്തിൽ 12 നിലയാണുള്ളത്. 12 നില എന്നാൽ 12 സ്റ്റേജ് എന്നാണ് അർത്ഥം. ഓരോ നിലയിലും 64 അടവും ഓരോ അടവിനും 12 വീതം പിരിവും മറു പിരിവും ഉണ്ടായിരിക്കും. തൊഴുതെടുക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് പഴയ കാലത്ത് കളരിയുടെ മധ്യഭാഗത്ത്, അതായത് കളരിത്തറയുടെ മധ്യഭാഗത്ത് കളിമണ്ണ് കൊണ്ട് അരയടിയോളം പൊക്കത്തിൽ വൃത്താകൃതിയിൽ ഒരു പീഠം നിർമ്മിക്കും. ആ പീഠത്തിൽ 12 വലയം ഉണ്ടെന്നാണ് സങ്കല്പം. പീഠത്തിൽ ചാണകം മെഴുകും. ചാണകം മെഴുകി അതിൻ്റെ മധ്യഭാഗത്ത് അരശിൻ കമ്പ് നാട്ടും. അരശിൻ കമ്പിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതിൻ്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നു. അതിൽ 5 തിരിയിട്ട വിളക്ക് വേണം കത്തിക്കാൻ. 5 തിരി കത്തിക്കണം. ഈ ദീപത്തിന് ചുറ്റും നിന്ന് വേണം അഭ്യാസികൾ പരിശീലനം നടത്തേണ്ടത്. പിൽക്കാലത്ത് പൂത്തറ അല്ലെങ്കിൽ തൊഴുതെടുക്കുന്ന സ്ഥലം കന്നിമൂലയിലേക്ക് മാറി. കന്നിമൂലയിലേക്ക് മാറിയപ്പോൾ 12 പടിയോടുകൂടിയ പൂത്തറയാണ് അന്ന് നിർമ്മിച്ചിരുന്നത്. 12 പടി 12 ആധാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, നാദം, ബിന്ദു, ബോധിനി, ശക്തി, കൈലാസം, സഹസ്രാരം. ഈ 12ാമത്തെ പടിയുടെ മുകളിൽ ഗണപതി പ്രതിഷ്ഠയോ ശിവപ്രതിഷ്ഠയോ ഓരോ ഗുരുക്കന്മാർക്കും ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും പ്രതിഷ്ഠകളോ ഉണ്ടായിരിക്കും. അതിൻ്റെ മുൻഭാഗത്തായി, ഈ പറഞ്ഞ പീഠത്തിന് മുൻഭാഗത്തായി അല്പം ഉയരത്തിൽ ഒരു പീഠമുണ്ടാക്കുകയും അതിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുകയും ചെയ്യും. അതിലും 5 തിരിയിട്ട് കത്തിക്കണം എന്നാണ് നിയമം. കളരിയിൽ ഗുരുക്കന്മാർക്കും പരദേവതമാർക്കും അഷ്ടദിക്പാലന്മാർക്കും എല്ലാവർക്കും സ്ഥാനം ഉണ്ടായിരിക്കും. ആദ്യം ഞാൻ 12 വലയമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഈ 12 വലയത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു വലയമുണ്ടാവും. ആ വലയത്തിനകത്ത് ഒരു ചതുരവും, ചതുരത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ത്രികോണവും, ത്രികോണത്തിൻ്റെ മധ്യഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയും, അതായത് അരശിൻ കമ്പ്, അതിൻ്റെ മുൻഭാഗത്തെ കോണിൽ നിലവിളക്കും, 2 ഭാഗത്തെയും കോണിൽ ശക്തിയും ബുദ്ധിയും വസിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 12 പടികളിൽ ഓരോ പടിയിലും 8 വീതം ബിന്ദു ഉണ്ടായിരിക്കും. ആ ബിന്ദുവിൽ മൺചിരാത്, അതായത് ഇടിഞ്ഞിൽ വെച്ച് അതിലും വിളക്ക് കത്തിക്കേണ്ടതാണ്. ഈ പറഞ്ഞ പടികൾ ചുവരിനോട് ചേർത്ത് വയ്ക്കാൻ പാടില്ല. ചുറ്റിനും
കറങ്ങി വന്നു തൊഴുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ അതൊക്കെ മാറി സൗകര്യാർത്ഥം വടക്കൻ സമ്പ്രദായത്തിലെ പോലെ ഷഡാധാര രീതിയിലുള്ള പൂത്തറയാണ് നിലവിലുള്ളത്. അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഒരു പീഠം വച്ച് നിലവിളക്ക് കൊളുത്തുന്ന സമ്പ്രദായവുമുണ്ട്. ഇങ്ങനെ കളരിപ്പയറ്റിലെ 3 പ്രബല സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരങ്ങളും അതിലെ പൂത്തറ സങ്കല്പത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങളും നിങ്ങളുമായി പങ്കുവച്ചു കഴിഞ്ഞു. എൻ്റെ ഈ ലഘു വീഡിയോകൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.